പുതിയ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിവിധ മേഖലകളിലേക്കുള്ള വമ്പൻ ആനുകൂല്യ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുന്നു. 2026 മെയ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയുടെ വിതരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ചത്. കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലകളിലുള്ള ഗുണഭോക്താക്കൾക്കുൾപ്പെടെയാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. ക്ഷേമനിധി ബോർഡുകൾ മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും എത്തിയിരിക്കുകയാണ്. 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കാണ് ഇത്തവണയും വമ്പൻ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക. 5 സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ എന്നീ പെൻഷനുകൾക്ക് പുറമെ സർക്കാർ സഹായത്തോടുകൂടി വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം എത്തിച്ചേരും. ഈ സാഹചര്യത്തിലാണ് വിവിധ മേഖലകളിലേക്കുള്ള വമ്പൻ ആനുകൂല്യ വിതരണം സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. 2026 ജൂൺ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ഇരട്ടി ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ച് നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കളിൽ 24.47 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള മുറയ്ക്ക് 26 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്കും ധനസഹായം എത്തിച്ചേരും. UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയുടെ വിതരണമാണ് സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത്. തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഉടൻ തന്നെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം പൂർത്തിയാക്കും. ജൂൺ മാസം 19 അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിന് ശേഷമാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുക. ഇതോടൊപ്പം തന്നെ 5 സഹായങ്ങൾ കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ 1000 രൂപയുടെ വർധനവാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജൂൺ 19 അവതരിപ്പിക്കുന്ന ബജറ്റിൽ 100 മുതൽ 200 രൂപയുടെ വർധനവാണ് ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം, അർഹത, മാനദണ്ഡം, ക്രമീകരണം, മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഗുണഭോക്താക്കളുടെ സർട്ടിഫിക്കറ്റ് സമർപ്പണം, ഇതിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ, വരുമാന സർട്ടിഫിക്കറ്റുകൾ, വിധവ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ പുനർവിവാഹിതരായിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം, ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്കുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പണം എന്നീ മാനദണ്ഡങ്ങൾ കൃത്യമായി പൂർത്തിയാക്കി സർക്കാരിന്റെ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്കാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുക. പഴയ സർക്കാർ മാനദണ്ഡങ്ങൾ പുതുക്കി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടുതൽ കർശനമാക്കും. 5 പരം സഹായങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ വീട്ടമ്മ പെൻഷൻ എന്ന ഇനത്തിലേക്ക് മാറ്റി പെൻഷൻ തുകയിൽ വർധനവ് വരുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉയർത്തുമെന്നാണ് സർക്കാർ വാഗ്ദാനം. 16 ലക്ഷത്തിലധികം സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് നിലവിൽ തുക എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ എണ്ണം 35 ലക്ഷത്തിലേക്ക് ഉയർത്തുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അപേക്ഷ വെച്ചിട്ടില്ലാത്തവർക്ക് അപേക്ഷ ഉടനടി തന്നെ വെക്കാവുന്നതാണ്. 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കൽ, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വീതം വിദ്യാഭ്യാസ സഹായമായി നൽകും തുടങ്ങി ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ നയപ്രഖ്യാപനത്തിലും ഇടം പിടിച്ചിരിക്കുകയാണ്. കൂടാതെ വയോജന വകുപ്പിന് ഊന്നൽ നൽകുമെന്നും പ്രഖ്യാപനത്തിലുണ്ട്. സംസ്ഥാനത്തെ തീരദേശം, നദികൾ, 34 തടാകങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഒരു സംയോജിത വികസന പദ്ധതി നടപ്പിലാക്കും. സംസ്ഥാനത്തെ ഒരു സംയോജിത തുറമുഖ കേന്ദ്രമാക്കി മാറ്റുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദക്ഷിണേന്ത്യയിലെ സിവിൽ വ്യോമയാനത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായി കേരളത്തെ മാറ്റും. 10,000-ലധികം സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളെ ഉന്നത തലത്തിലുള്ള മത്സരക്ഷമത നേടാൻ പ്രാപ്തമാക്കാൻ സമഗ്ര പിന്തുണ നൽകും. ഓരോ പഞ്ചായത്തിലെയും വനിതാ കർഷകരെ കണ്ടെത്തി അവരെ കാർഷിക മേഖലയിലെ പ്രധാന ശക്തിയാക്കി മാറ്റും. വനിതാ കൺസോർഷ്യം ആരംഭിക്കും. നെല്ല്, പച്ചക്കറി, പഴം, പയർ, കിഴങ്ങ്, കൂൺ, തേനീച്ച കൃഷികളിൽ സ്ത്രീകളെ ശാക്തീകരിക്കും. മണ്ണ് പരിശോധനാ നയം ആരംഭിക്കും. കാർഷിക മേഖലയുടെ ആധുനികവൽക്കരണത്തിനും ഡിജിറ്റലൈസേഷനും ഊന്നൽ നൽകും. ചലച്ചിത്ര വിനോദസഞ്ചാര വികസനം നടപ്പിലാക്കും. കേരളത്തെ ഒരു ഷൂട്ടിംഗ് കേന്ദ്രമാക്കി ഉയർത്തും. സമഗ്ര ചലച്ചിത്ര നയം നടപ്പിലാക്കും. മീഡിയ സിറ്റിയും ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ് ഹബ്ബും വികസിപ്പിക്കും. 60 വയസ്സിന് മുകളിലുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് പെൻഷനും ആരോഗ്യ ഇൻഷുറൻസും ഏർപ്പെടുത്തും. സ്ഥിരം തിയേറ്ററുകൾ നിർമ്മിക്കും. കേരളത്തിന്റെ ഒരു ലിവിംഗ് മ്യൂസിയം സ്ഥാപിക്കും. സഹകരണ മേഖലയിലെ അഴിമതി നിയന്ത്രിച്ച് നിക്ഷേപകരുടെ വിശ്വാസം പുനഃസ്ഥാപിക്കും. സഹകരണ സംഘങ്ങളിൽ നിക്ഷേപ ഗ്യാരണ്ടി ശക്തിപ്പെടുത്തും. വിദ്യാഭ്യാസ മേഖലയുടെ ആധുനികവൽക്കരണത്തിന് മുൻഗണന നൽകും. ഡിജിറ്റൽ പഠന സംവിധാനങ്ങൾ, തൊഴിൽക്ഷമതാ വർധന, ആഗോള നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ വികസിപ്പിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ്, ക്ഷേമ പെൻഷൻ, തീരദേശ സംരക്ഷണം, ബ്ലൂ എക്കണോമി പദ്ധതികൾ എന്നിവ നടപ്പിലാക്കും. പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തി വിലക്കയറ്റം നിയന്ത്രിക്കും. മാവേലി സ്റ്റോറുകളും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും ആധുനികവൽക്കരിക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലകളിലേക്കുള്ള വമ്പൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.